നികിച്ച് നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. സോ റിയൽ എസ്റ്റേറ്റിൽ നീ എൻ്റർ ആവുന്ന സമയത്ത് ഒരുപാട് പേര് കളിയാക്കലും കാര്യങ്ങളും ആ സമയത്ത് ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് നീ ഈ കോട്ട് റെന്റിന് എടുത്തതാണ്. സോ ആ സമയത്ത് നീ റവോയിൽ വെച്ച ഒരു കോട്ട് ഞാൻ ഓർക്കുന്നു, ലൈക്ക് ഇൻസൾട്ട് ആണ് എനിക്ക് സക്സസ് ആകാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അത് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ ഒരു കമ്പനി സ്വന്തമായിട്ട് റൺ ചെയ്യുന്നു, ദുബായിൽ 2 പ്രോപ്പർട്ടി ഓൺ ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിലോട്ട് വരാനുള്ള ഇൻസ്പിറേഷനായി. സോ ഈ സ്പാൻ ഓഫ് ജേർണിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇൻസൾട്ട് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, പക്ഷേ അതിനകത്ത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വശം കൂടെ ഉണ്ടായിരുന്നു. എന്നോട് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ക്ലയൻസും എന്നെ ഇൻസ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും കമൻറ്റുകൾ നോക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അവരെന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലയൻസ് ഉണ്ട്, ഒരു ക്ലയൻറ്റ് എപ്പോഴും എന്നെ ഒരു വീക്കിൽ എപ്പോഴെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവും, അതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് കമ്പനി തുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ക്ലയൻസുകളാണ് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ അവരെല്ലാം ശ്രദ്ധിക്കണം, അവരെല്ലാം സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരും അവരുടെ സക്സസ്സും കൂടെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. സോ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം നമുക്കൊന്നും ഒരു ഇൻസൾട്ടും ഒരു പ്രോബ്ലം ഇല്ലാതെ. ഓഗസ്റ്റ് 21 അവൾ എൻ്റെ അടുത്ത് വൈകുന്നേരം 5:10 ഹീമാൻ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ഉണ്ട് വൈകുന്നേരം, അറിയാമോ? അന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഫോൺ വന്നു. അവളല്ല, ഞാൻ എന്റെ കാര്യോട് പറയണം. അന്നത്തെ ദിവസം ഞാൻ അവളടുത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ ഒരു വർഷം ബാക്കിൽ നിന്ന് നടന്ന, അവൾ ഗേൾസ് സ്കൂളിലായിരുന്നു. അപ്പൊ ഞാൻ പ്രൈമറി സ്കൂളിൽ, അവള് 10ാം ക്ലാസ്സിൽ എന്റെ സ്കൂളിന്റെ അടുത്ത് ട്യൂഷൻ സെന്റർ കണ്ട് അന്ന് ഞാൻ എല്ലാം എത്തിയോപ്യ കൊണ്ട് ലുക്കാണ്. അതായത് റിസോർട്ട് അങ്ങോട്ടാണ് അങ്ങനെ പോകണം, അങ്ങോട്ട് പോകണം, അങ്ങനെ കുഴപ്പമില്ല, അത് വഴി അതുകൊണ്ട് ആ വണ്ടി പോകണുണ്ടല്ലേ, അങ്ങനെ പോകണം. നമുക്ക് കുടുങ്ങല്ല കൊടുക്കാലായിരിക്കും, നോക്കൂല, അറിയാം. ഇത് വഴി അങ്ങോട്ട് പോകുമ്പോഴേ തെളിയും. ഇതിപ്പോ ലെവൽ ചെയ്തിരിക്കുന്നതല്ലോ. അങ്ങോട്ട് പോ, ഈ വണ്ടിയിൽ അങ്ങോട്ട് അങ്ങനെ പോയി ഇറങ്ങി അതും ഇങ്ങനെ പോകണം. അതാണ് റിസോർട്ട്. അതിന്റെ